വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. സോ ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഉച്ചയായി. എന്നാലും ഞാൻ വിചാരിച്ചു രാവിലെ ഇഡലി തന്നെ കഴിക്കാമെന്ന്. കാരണം ഞാൻ ഇന്നലെ മാവെല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് കുറച്ച് ഈസിയാണ്. ഇഡലി ഉണ്ടാക്കി, പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കി. അതുപോലെ തന്നെ ഞാൻ സാമ്പാർ പക്ഷേ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു. എല്ലാം കൂടി ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാനൊരു സാമ്പാർ ഫാൻ അല്ല, പക്ഷേ സ്റ്റിൽ ഹസ്ബൻഡിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഞാൻ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇതൊരു ചെറിയൊരു നമ്മുടെ ഒരു സീഡ് പൗഡറാണ്. സോ ഞാൻ ഇതും കൂടി കുടിച്ചിട്ട് ഇന്നത്തെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഉച്ച കഴിഞ്ഞു സത്യത്തിൽ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോകാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. സോ അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്കായിരുന്നു. അങ്ങനെ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങി. വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നൈറ്റ് അതുപോലെ ഞാൻ കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. പിന്നെ അങ്ങനെ ഉറങ്ങി. കാരണം പനിയൊക്കെ ആയത് കാരണം എനിക്ക് ശരിക്കും ഉറക്കമൊന്നും ഇല്ലായിരുന്നു. സോ കുറച്ച് ഇപ്പം എൻ്റെ ടൈം ടേബിൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ലോക്കൽ ലീവിലും കൂടിയാണ്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ജോബിന് പോകണ്ട എന്നുള്ളത് കൊണ്ട്. പിന്നെ നമ്മൾ പോയത് ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. അങ്ങനെ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിനാണ് ആദ്യം കയറിയത്. കാരണം കുറച്ച് സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തീർന്നിരിപ്പുണ്ടായിരുന്നു. സോ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ലൊരു വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ അവൈലബിൾ ആണ്. സോ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഷോപ്പിങ്ങിലോട്ടൊന്നും പോയില്ല. കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാം അങ്ങനെ വിചാരിച്ചു. പിന്നെ കുറച്ചും നടക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ മുകളിലോട്ട് കയറിയത്. കാരണം കുറേ നാളായി ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്നു, വീട്ടിൽ തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഭയങ്കര അധികം ടൈം കിട്ടാറില്ലായിരുന്നു. ഫ്രീ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ പോകാം, കിട്ടിയ സമയം ആണല്ലോ, ഇപ്പം നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങണ്ട, പിറ്റേ ദിവസം ജോലിക്ക് പോകണ്ട എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പെതിയെ ഷോപ്പിംഗ് എല്ലാം ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടും പോയില്ല. ഫെസ്റ്റിവൽ സിറ്റി തന്നെ നമ്മൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ ലേറ്റായി. പിന്നെ നമ്മൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മീറ്റ് സെഷൻ ആൻഡ് സീ ഫുഡ് സെഷനൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. കാരണം ഇവർ ഇത് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. ദ ഫുഡ് ഐറ്റംസ് ഇറ്റ് വാസ് സോ നൈസ്. ഇവർ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നി ഇങ്ങനെയെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ വേറെ ഒരു മോളിലോ അല്ലെങ്കിൽ വേറെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലോ ഇങ്ങനെയൊന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കൂടിയൊക്കെ കാണുമ്പം ഇതൊക്കെ കാണുന്നതിലാണല്ലോ കുറച്ചും കൂടി ഒരു ഭംഗി. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളിവിടുന്ന് ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ പോയത് ഐക്യയിലോട്ടാണ്. അത് നമ്മുടെ ഒരു മാൻഡേറ്ററി വിസിറ്റാണ്. നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി വന്നാൽ നമുക്ക് ഒരു കാര്യമില്ലെങ്കിലും ഹൈക്കിലൂടെ കറങ്ങി കുറച്ച് നേരം അതിനകത്തൂടി ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഒരു വഴിപാട് പോലെ ചെയ്യുന്നൊരു കാര്യമാണ്. സമയം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലാതെ എപ്പോഴും ഒന്നും നമ്മളങ്ങനെ നടക്കാറൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് സമയം ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പോകാം എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എനിക്ക് 1-2 ചെറിയ കുഞ്ഞു സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അധിക സമയമൊന്നും നിന്നില്ല. പിന്നെ നമ്മുടെ മാൻഡേറ്ററി ഐസ്ക്രീം അത് നമുക്ക് മിസ്സാക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോർമലി പിന്നെ നമ്മൾ വേറെ സൈഡിലോട്ടൊക്കെ പോയി. പിന്നെ നമ്മൾ ഇവിടെ ഞാനപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ കണ്ടതാണ്. ഇത് ഏതോ ഒരു ലക്ഷറി ഏതോ ഒരു ഡ്രസ്സിൻ്റെ ബ്രാൻഡ് ആണ്. അപ്പം ആ ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവരുടെ അത് കണ്ടില്ല, ഇത് ഡിസ്പ്ലേ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇത് നേരിട്ട് കാണാനാണ് കുറച്ചുകൂടി ഭംഗി. നല്ലൊരു വെറൈറ്റി ഒരു ഡിസ്പ്ലേ ആണത്. പിന്നെ നമ്മൾ ഹോം സെൻറ്ററിൽ കയറി. ഇതെൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. എവിടെ പോയാലും ഹോം സെൻറ്ററിലൊന്ന് കയറി എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെറുതെ നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു യൂഷ്വൽ പരിപാടിയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ ഫുഡ് കോർട്ടിൽ പോയി ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊരു സ്ലൈസ്ഡ് ബർഗർ എല്ലാം കഴിച്ചു. പിന്നെ അങ്ങനെ കുറേ ലേറ്റായപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്നു. ഏകദേശം ടയേർഡ് ആയായിരുന്നു. പിന്നെ ഞാൻ അധികം ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഗ്രോസറീസ് ഒന്നും അധികം അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. കാരണം എനിക്കതിനുള്ള ടൈമില്ലായിരുന്നു. പിന്നെ ഞാൻ ഐക്യന്ന്
മേടിച്ച 1-2 പ്രോഡക്റ്റ്സ് മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അധികമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല ഈ പൂ കുറച്ച് നാളായിട്ട് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പിന്നെ ഈ 2 ചെറിയ ക്യാൻഡിൽസും ആണ് വാങ്ങിയത്. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ വാങ്ങാൻ അങ്ങനെ നിന്നില്ല, കാരണം എന്തോ എനിക്കങ്ങനെ അധികം വാങ്ങേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് മിനിമലാണ് ഷോപ്പിംഗ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞൊരു കുറച്ച് സമയം കഴിഞ്ഞൊരു ചായ കുടിച്ചിട്ട് പതിയെ കിടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.